സംഘടനാ പ്രവർത്തനവും ജനപ്രതിനിധി ആയതിൽ രണ്ടിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ രണ്ടിനെയും ഫോക്കസ് പോകുന്ന ഒരവസ്ഥയിലേക്കും വലിയ ജോലിഭാരം വരും. തീർച്ചയായിട്ടും 100% നമുക്ക് രണ്ടിനോടും നീതി പുലർത്താൻ കഴിയില്ല എന്നുള്ളത് കുറഞ്ഞ മാസം കൊണ്ട് എനിക്ക് ബോധ്യമായി. ഇപ്പം ഞാൻ വളരെ കുറഞ്ഞ മാസമാണ് MLA എന്നുള്ള പദവിയിലിരിക്കുന്നത്. അപ്പോൾ ആ പദവിയിലിരിക്കുമ്പോൾ എനിക്ക് ബോധ്യമായിട്ടൊരു സത്യം, നമുക്ക് രണ്ട് പദവി എടുക്കുന്നത് നമ്മുടെ ഒരു അലങ്കാരത്തിന് വേണ്ടി അല്ലാതെ നമുക്ക് ആ പദവിയോട് 100% നീതി പുലർത്താൻ കഴിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് ഒരു പദവി മതി. മാത്രമല്ല പുതിയ ആളുകൾക്ക് അവസരം കൂടി കൊടുക്കുക എന്നുള്ളതും അത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാ പദവിയും ഞാൻ തന്നെ വെച്ച് വേറെ ആർക്കും അവസരം കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല. PK ഫിറോസ് MLA ആണ് എന്നോടൊപ്പം ഉള്ളത്. യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ആ പദവി ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ യൂത്ത് ലീഗിൽ എത്രത്തോളം വലിയൊരു പുനഃസംഘടന വരാൻ പോകുന്നത്? ഇന്ന് സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് സമ്മേളനത്തിൻ്റെ തീയതി പ്രഖ്യാപിക്കുന്നതോടുകൂടി എത്ര ദിവസം കൂടി ഇനി സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന പദവിയിൽ ഉണ്ടാകും എന്നതിനെ സംബന്ധിച്ചൊരു തീരുമാനമാകും. അപ്പോൾ ഇത്തവണത്തൊരു പ്രത്യേകത, പൂർണ്ണമായും ഒരു തലമുറ മാറ്റം. ഞങ്ങൾ സാധാരണഗതിയിൽ തലമുറ മാറ്റം പാർട്ടിയിലൊക്കെ ആവശ്യപ്പെടാറുണ്ടെങ്കിലും യൂത്ത് ലീഗിൽ ഇത്തവണ അത് സാധ്യമാകുന്ന രീതിയിലാണ് കമ്മിറ്റിയുടെ ഒരു സ്വഭാവം വരാൻ പോകുന്നത്. ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹികളിലുള്ള ഏതാണ്ട് എല്ലാവരും മാറുകയും പുതിയൊരു നേതൃനിര സംസ്ഥാന തലത്തിലേക്ക് വരികയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമാണ് പുതിയ സംസ്ഥാന കൗൺസിലിൽ സംഭവിക്കാൻ പോകുന്നത്. സംസ്ഥാന കമ്മിറ്റിയിലുള്ള ആളുകൾ, സംസ്ഥാന പ്രവർത്തക സമിതിയിലുള്ള ആളുകളൊക്കെ തുടരുമെങ്കിലും സംസ്ഥാന ഭാരവാഹികളുള്ളവർ പൂർണ്ണമായും മാറുന്നൊരു സ്ഥിതിയും പുതിയൊരു നേതൃനിരയും ഒരു ചെറുപ്പത്തിൻ്റെ ഒരു ഊർജ്ജവുമൊക്കെ പുതിയൊരു കമ്മിറ്റിക്ക് വരികയും ചെയ്യുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ 3 വർഷം ആയിരുന്നു, പിന്നെ പല കാരണങ്ങൾ കൊണ്ട് വൈകിപ്പോയി. അപ്പോൾ ഇനി അധികം വൈകാതെ പുനഃസംഘടന നടക്കും ഉറപ്പായിട്ടും. ഇപ്പോൾ ജില്ലാ കമ്മിറ്റികൾ സെപ്റ്റംബറിലോടുകൂടി പൂർത്തിയാവും. ഉടനെ തന്നെ സംസ്ഥാന സമ്മേളനം നടത്തി പുതിയ സംസ്ഥാന കമ്മിറ്റി വരും. സാധാരണഗതിയിൽ 3 വർഷം എന്നുള്ളതാണ് പറയാറുള്ളെങ്കിലും എല്ലാ കമ്മിറ്റികളും 5 വർഷം കൂടുമ്പോഴാണ് മാറാറുള്ളത്. തവണ 3 വർഷം കൂടുമ്പോൾ മാറണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അത് സംഭവിക്കാതെ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇടയ്ക്ക് ലോക്സഭാ ഇലക്ഷൻ വരുന്നു, പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു, നിയമസഭാ ഇലക്ഷൻ വരുന്നു. ഒരു ഇലക്ഷൻ ഇയറിലൊരു കമ്മിറ്റി മാറുന്നത് ഗുണകരമല്ല എന്നുള്ളതുകൊണ്ട് അത് നമുക്ക് വിചാരിച്ച പോലെ 3 വർഷം കൂടുമ്പോൾ നിർബന്ധമായും മാറണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും നടന്നില്ല. 5 വർഷം തന്നെ പൂർത്തിയാവുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ പുതിയ ആളുകൾ വരുന്നു. അപ്പോൾ നമ്മൾ ഈ സംസ്ഥാന തലത്തിൽ MSFലൊക്കെ അറിയപ്പെട്ട പലരും, ഇപ്പോൾ നവാസിനെ പോലുള്ള ആളുകൾ, ഫാത്തിമ താലിയെ പോലുള്ള ആളുകളൊക്കെ ഈ ജനപ്രതിനിധികളായി മാറിക്കഴിഞ്ഞു. ചില ആളുകൾ മന്ത്രിമാരുടെയൊക്കെ സ്റ്റാഫുകൾ ആയിക്കഴിഞ്ഞു. അപ്പോൾ ഈ നേതൃത്വം എന്നുള്ളത് തികച്ചും പുതിയ ആളുകളാവുമോ? തീർച്ചയായിട്ടും പാർട്ടി ഇത്തവണ അങ്ങനെ കർശനമായൊരു തീരുമാനം എടുത്തിരിക്കുന്നു. ഒരു പദവി മതി എന്നുള്ളത് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി അത് നല്ലൊരു തീരുമാനമായിട്ടാണ്. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ജനപ്രതിനിധിയാവുന്നത്. ഒരു MLA എന്ന നിലയ്ക്ക് എനിക്ക് ബോധ്യമായിട്ടുള്ളൊരു കാര്യം, ഒരു ജനപ്രതിനിധിക്ക് അത്യാവശ്യം എടുക്കാവുന്നൊരു പണിയുണ്ട്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടിയും ശക്തമായ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ലെങ്കിൽ അത്തരം ആളുകളെ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവില്ല. അതുകൊണ്ട് ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് 24/7 എന്നുള്ള നിലക്ക് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ടി പദവി കൂടി വരുമ്പോൾ ഏതെങ്കിലും ഒരു പദവിയോട് നീതി പുലർത്താൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടാവും. അതൊരു വസ്തുതയാണ്. സംഘടനാ പ്രവർത്തനവും ജനപ്രതിനിധി ആയതിൽ രണ്ടിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ രണ്ടിനെയും ഫോക്കസ് പോകുന്ന ഒരവസ്ഥയിലേക്കും വലിയ ജോലിഭാരം വരും. തീർച്ചയായിട്ടും 100% നമുക്ക് രണ്ടിനോടും നീതി പുലർത്താൻ കഴിയില്ല എന്നുള്ളത് കുറഞ്ഞ മാസം കൊണ്ട് എനിക്ക് ബോധ്യമായി. ഇപ്പം ഞാൻ വളരെ കുറഞ്ഞ മാസമാണ് MLA എന്നുള്ള പദവിയിലിരിക്കുന്നത്. അപ്പോൾ ആ പദവിയിലിരിക്കുമ്പോൾ എനിക്ക് ബോധ്യമായിട്ടൊരു സത്യം, നമുക്ക് രണ്ട് പദവി എടുക്കുന്നത് നമ്മുടെ ഒരു അലങ്കാരത്തിന് വേണ്ടി അല്ലാതെ നമുക്ക് ആ പദവിയോട് 100% നീതി പുലർത്താൻ കഴിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് ഒരു പദവി മതി. മാത്രമല്ല പുതിയ ആളുകൾക്ക് അവസരം കൂടി കൊടുക്കുക എന്നുള്ളതും അത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാ പദവിയും ഞാൻ തന്നെ വെച്ച് വേറെ ആർക്കും അവസരം കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് നമ്മളൊരു പദവി വഹിക്കുക, ആ പദവിയോട് 100% നീതി പുലർത്തുക എന്നുള്ളതാണ് സംഘടനാ ഉത്തരവാദിത്തത്തിലിരിക്കുന്ന ആളുകളും അതുപോലെ തന്നെ ജനപ്രതിനിധി എന്ന ഉത്തരവാദിത്തത്തിലിരിക്കുന്ന ആളുകളും ചെയ്യേണ്ടത്. പല MLA-മാരും ഇപ്പോൾ സംഘടനാ ഭാരവാഹിത്വമുള്ള ആളുകളാണ്. എല്ലാവരും തന്നെ താമസിയാതെ മുതിർന്ന നേതാക്കളായ ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരായ ആളുകളെല്ലാം തന്നെ സ്ഥാനം ഒഴിഞ്ഞ് പുതിയ ആളുകൾ വരും. അങ്ങനെയാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ അന്തിമമായി തീരുമാനമെടുക്കേണ്ടത് പാർട്ടി തന്നെയാണ്. പാർട്ടിയുടെ ഇപ്പോഴത്തെ തീരുമാനം ഒരു പദവി എന്നുള്ളതാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ആ ഒരു പദവി എന്നുള്ളത് തന്നെയാണ് ശരി എന്നുള്ളതാണ്. താങ്കൾ പൂർണ്ണമായിട്ടും ഒരു പുനഃസംഘടനയ്ക്ക് കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ MSFലൊക്കെ നവാസും ഒക്കെ രാജിവെച്ച് താൽക്കാലിക ചുമതല ആളുകൾക്ക് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ആലോചനയുണ്ടോ? അങ്ങനെ ഒരു തിടുക്കം കാണിക്കേണ്ടതില്ല എന്നുള്ളതാണ് പൊതുവേ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു കാഴ്ചപ്പാട്. കാരണം ഈ സംസ്ഥാന കമ്മിറ്റി ഒരുപാട് അടയാളപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് ആകെ ചെയ്യാൻ കഴിയാതെ പോയതൊരു സംസ്ഥാന സമ്മേളനം നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങൾ ഓഫീസ് ഉണ്ടാക്കി, എത്രയോ കമ്മിറ്റികൾ വന്നിരുന്നുവെങ്കിലും യൂത്ത് ലീഗിൻ്റെ ഒരു സ്വന്തമായി സ്ഥലമെടുത്തൊരു ആസ്ഥാന മന്ദിരം ഉണ്ടാക്കിയത് ബഹുമാനപ്പെട്ട സെയ്ദ് മുനവ്വർ ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ്. അതുപോലെ വൈറ്റ് ഗാർഡിൻ്റെ രൂപീകരണം, യുവജനയാത്ര, അങ്ങനെ കുറേ അടയാളപ്പെടുത്തലുകൾ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന സെയ്ദ് മുനവ്വർ ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നടത്തി. ഒരു സംസ്ഥാന സമ്മേളനം കൂടി നടത്തണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. എത്രയോ വർഷമായി ഒരു സംസ്ഥാന സമ്മേളനം, എനിക്കൊന്നൊരു 4 നൂറ്റാണ്ടെങ്കിലും ആയിട്ടുണ്ടാവും യൂത്ത് ലീഗ് ഒരു സംസ്ഥാന സമ്മേളനം നടത്തിയിട്ട്.
ഇപ്പോൾ ഒരു സംസ്ഥാന സമ്മേളനം ഒന്നോ പരമാവധി പോയ 2 മാസത്തിനുള്ളിൽ നടത്തി ഒരു പുതിയ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറുക എന്നുള്ളതാണ്. പ്രതിനിധികളുടെ ഒരു സമ്മേളനമല്ല, വലിയൊരു മഹാസമ്മേളനമായിട്ട് തന്നെ നടത്താനാണ് തീരുമാനം. ആണ് വ്യക്തിപരമായി ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റിയിലാണ് അത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത്. അത് മഹാസമ്മേളനമാണോ പ്രതിനിധി സമ്മേളനമാണോ എന്നുള്ളത് സംബന്ധിച്ച് എൻ്റെ വ്യക്തിപരമായ ഒരാഗ്രഹം ഒരു വലിയ റാലിയോടുകൂടിയുള്ള സമ്മേളനം നടത്തി പിന്നെ ഒരു പുതിയ കമ്മിറ്റിക്ക് കൈമാറണം എന്നുള്ളതാണ്. ആ സമ്മേളനത്തിൽ ഒരു പ്രസംഗമൊക്കെ നടത്തി പുതിയ കമ്മിറ്റി ഏറ്റെടുക്കും. അല്ല, പ്രസംഗം നടത്തുന്നതല്ല, ഒരു പാർട്ടിയുടെ ഒരു ശക്തി, യൂത്ത് ലീഗിൻ്റെ ഒരു ശക്തി പ്രകടനം നടത്തി നമ്മൾ പിന്നെ ഒരു പുതിയ നേതൃത്വത്തിന് ബാറ്റൺ കൈമാറുക എന്നുള്ളതാണ്. കാരണം റിലേ ഔട്ടാണുള്ളത്. ഇപ്പോൾ റിലേ ഔട്ടത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരാൾ പിഴച്ചു പോയാൽ അത് പിന്നീടുള്ള ആളുകൾക്ക് അതിൻ്റെ ഒരു ഭാരം കൂടി ഏൽക്കേണ്ടി വരും. അപ്പോൾ ഈ റിലേ ഓട്ടത്തിൻ്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോകുന്ന ഒരു സമയത്തിൽ നമ്മൾ വീക്കാവാതെ ഏറ്റവും എനർജൈസ് ചെയ്ത് പുതിയൊരു കമ്മിറ്റിക്ക് ബാറ്റൺ കൈമാറുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു എനർജി അവർക്കും കിട്ടുന്നൊരു സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ട് ഒരു സമ്മേളനം തീർച്ചയായിട്ടും ഒരു ബൂസ്റ്ററാണ്. അങ്ങനെ ഒരു ബൂസ്റ്റർ എന്നുള്ള നിലക്ക് ഒരു സംസ്ഥാന സമ്മേളനം, കാരണം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു, അതിന് തൊട്ടുമുമ്പ് പഞ്ചായത്ത് ഇലക്ഷൻ വന്നു. ഇപ്പോൾ ഇലക്ഷൻ വർക്കുകൾ മാത്രമാണ് നമ്മുടെ പ്രവർത്തകർ കേന്ദ്രീകരിച്ചത്. സംഘടനാ പ്രവർത്തനത്തിൽ കേന്ദ്രീകരിക്കാൻ ഈ ഇലക്ഷൻ ഇയർ ആയതുകൊണ്ട് കഴിഞ്ഞിട്ടിരുന്നില്ല. അപ്പോൾ ഒരു സംസ്ഥാന സമ്മേളനം പ്രഖ്യാപിക്കുന്നതോടുകൂടി സംഘടനാ പ്രവർത്തനത്തിൻ്റെ മെഷീനറിയിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാൻ നമ്മുടെ ഘടകങ്ങൾക്കൊക്കെ സാധിക്കും. അപ്പോൾ അങ്ങനെ എല്ലാ ഘടകങ്ങളെയും ഒന്ന് സജീവമാക്കാനും അതുവഴി നമ്മുടെ പുതിയ നേതൃത്വത്തിനെ ഏൽപ്പിക്കുകയും ചെയ്യുമ്പം, പുതിയ നേതൃത്വം എന്ന് പറയുമ്പോൾ പൂർണ്ണമായും പുതിയ നേതൃത്വമാണ്. അപ്പോൾ ഒറ്റയടിക്ക് അവർ സംസ്ഥാന നേതൃപദവിയിലേക്ക് വരുമ്പോൾ അവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇപ്പോൾ ഒന്ന് സജീവമാക്കി ഒരു ചടുലതയോടുകൂടി അവരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്തിലുള്ള ഒരു യുവജന സംഘടന എന്നുള്ള നിലയ്ക്ക് നിരവധി സമരങ്ങളിൽ സജീവമായിരുന്നു. ഇപ്പോൾ ഇനി ഭരണപക്ഷത്താണ്. അപ്പോൾ യൂത്ത് ലീഗിൻ്റെ ഒരു സ്വഭാവം ഏത് രീതിയിലാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്? സത്യത്തിൽ യുവജന സംഘടനകൾക്ക് ഭരണപക്ഷം പ്രതിപക്ഷം എന്നൊന്നുമില്ല. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട സമരങ്ങൾക്ക് ഭരണകക്ഷിയായിട്ടും നമ്മൾ നമ്മുടെ സമരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ജനകീയമായ പ്രശ്നങ്ങളിൽ ഇടപെടാനും ആ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനൊന്നും ഭരണകക്ഷി എന്ന മേൽവിലാസം ഒരിക്കലും ഒരു തടസ്സമാകാൻ പാടില്ല. പ്രത്യേകിച്ച് യുവജന വിദ്യാർത്ഥി സംഘടനകൾക്ക് ആ ഉത്തരവാദിത്വം പുതിയ വരാൻ പോകുന്ന യുവജന സംഘടന നേതൃത്വത്തിൽ വരുന്ന യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികളും ഏറ്റെടുക്കുന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഫ്രഷ് കട്ടിനെ കുറിച്ച് ചോദിക്കാനുള്ളത്, അതിൽ എന്താണ് ഒരു ശാശ്വതമായ പരിഹാരത്തിലേക്ക് പോകുന്നത്, എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രദേശത്ത് ആ സ്ഥാപനം അടച്ചുപൂട്ടുക എന്നുള്ളത് മാത്രമാണ് അതിന് പരിഹാരമായിട്ടുള്ളത്. അപ്പോൾ അതിന് വേറെ സ്ഥലത്തേക്ക് പിന്നെ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ, കാരണം വേസ്റ്റ് മാനേജ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല. പക്ഷേ ആ ജനവാസ മേഖലയിൽ നിന്ന് മറ്റേതെങ്കിലും റിമോട്ടായ ഏരിയയിലേക്ക് പറിച്ചു നടുക എന്നുള്ളത് മാത്രമാണ് അതിന് പരിഹാരമായിട്ടുള്ളത്. ആ നിർദ്ദേശം കമ്പനിയുടെ ഭാഗത്ത് ഞങ്ങൾ വെച്ചു, അവരത് അംഗീകരിച്ചു. ഇനി അത് എപ്പം എങ്ങനെയെന്നതിനെ സംബന്ധിച്ചൊക്കെ ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ സമരസമിതിയുമായി സംസാരിച്ച് അത് അന്തിമമാക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്തായാലും മുനവറലി തങ്ങളും PK ഫിറോസും ഉൾപ്പെടെയുള്ള ഒരു ചടുലമായ കമ്മിറ്റി പൂർണ്ണമായും പുതിയ ഒരു തലമുറയ്ക്ക് വഴിമാറുകയാണ്. അത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടാകും. മനീഷ് പെരുമണ്ണയ്ക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1, കോഴിക്കോട്.